അഴിമതിക്കെതിരെ പടപൊരുതി കയ്യിൽ ഒരു ചൂലുമായി വന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ IIT-കാരൻ മുഖ്യമന്ത്രി ഇന്ന് എവിടെയാണ്? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ചല്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഹിപ്പോക്രസി അഥവാ രാഷ്ട്രീയ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. ജനങ്ങളെ സേവിക്കാനല്ല, മറിച്ച് അധികാരത്തിന്റെ തണലിൽ എങ്ങനെ കോടികൾ കൊള്ളയടിക്കാമെന്ന് കാണിച്ചു തന്ന അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും അവിശുദ്ധ രാഷ്ട്രീയത്തെ കുറിച്ചാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വന്നവൻ ഇന്ന് 45 കോടിയുടെ കൊട്ടാരത്തിൽ വസിക്കുന്നു. അഴിമതിക്കാരെ ജയിലിലടയ്ക്കാൻ വന്നവൻ ഇന്ന് ജയിലിനുള്ളിൽ കിടന്ന ഭരണം നടത്താനായി വാശി പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇതൊരു രാഷ്ട്രീയ സിനിമയല്ല, ഇതൊരു രാജ്യത്തെ വിശ്വസിപ്പിച്ച ഒരു മനുഷ്യൻ നടത്തിയ മഹാവഞ്ചനയുടെ ചരിത്രമാണ്. എങ്ങനെയാണ് കെജ്രിവാൾ എന്ന വിശുദ്ധൻ മധ്യ കുംഭകോണത്തിന്റെ സൂത്രധാരനായി മാറിയത്? എന്തായിരുന്നു ആ ചതി? എന്തിനു വേണ്ടിയായിരുന്നു അത്? ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡും നിർണായകമാണ്. കാരണം ആരും പറയാത്ത സത്യങ്ങൾ തെളിവുകൾ സഹിതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവിശുദ്ധ അധ്യായത്തിന്റെ പൂർണ്ണരൂപം അറിയാനായി വീഡിയോ മുഴുവനായും കാണുക. രാഘവ് ചദ്ദയുടെയും ആ സുപ്രധാന 7 MP-മാരും BJP-യിലേക്ക് ചേക്കേറുന്നു. അവിടം തൊട്ട് കെജ്രിവാളിനെ കുറിച്ച് പുതിയ ചർച്ചകൾ വരുന്നു. നമുക്കൊന്ന് 2011 തിരിച്ചു പോകാം. ഡൽഹിയിലെ രാംലീല മൈതാനി. ഇന്ത്യ അഴിമതിക്കെതിരെ എന്ന പ്രസ്ഥാനം കൊടുമ്പിരി കൊള്ളുന്ന സമയം ഗാന്ധിയൻ നേതാവ് അണ്ണാ ഹസാരെ നിരാഹാരം കിടക്കുന്നു. അദ്ദേഹത്തിന് നിഴലായി വിനീതനായി ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്, അരവിന്ദ് കെജ്രിവാൾ. അന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, എനിക്ക് പദവികളും വേണ്ട, എനിക്ക് വേണ്ടത് അഴിമതിയില്ലാത്ത ഇന്ത്യയാണ്. ജനങ്ങൾ വിശ്വസിച്ചു, പക്ഷെ ആദർശം വെറും ഒരു വിപണന തന്ത്രം മാത്രമായിരുന്നു. അത് കാലം തെളിയിച്ചു. അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ കെജ്രിവാൾ ഉപയോഗിച്ച ആദ്യത്തെ ഇര സ്വന്തം ഗുരുവായ അണ്ണാ ഹസാരെയായിരുന്നു. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുന്ന ഹസാരെയുടെ വാക്കുകൾ തള്ളിക്കൊണ്ട് അദ്ദേഹത്തെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു. അവിടെ തുടങ്ങുകയായിരുന്നു വഞ്ചനയുടെ ആദ്യ അധ്യായം. തന്നെ വളർത്തിയ ഏണിയെ ചവിട്ടി തെറിപ്പിക്കുന്ന ആ സ്വഭാവം കെജ്രിവാൾ പിന്നീട് സ്വന്തം പാർട്ടിയിലെ ഓരോ നേതാവിനോടും ആവർത്തിച്ചു. പ്രശാന്ത് ഭൂഷൺ, യോഗേന്ദ്ര യാദവ്, കുമാർ വിശ്വാസ് തുടങ്ങിയ അധികായന്മാരെ എങ്ങനെയാണ് അദ്ദേഹം പുറത്താക്കിയത്? ചോദ്യം ചോദിക്കുന്നവർക്ക് അവിടെ സ്ഥാനമില്ല. കെജ്രിവാൾ എന്നാൽ പാർട്ടി, പാർട്ടി എന്നാൽ കെജ്രിവാൾ. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണോ അതോ ഒരു വ്യക്തിയുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ? ഇപ്പൊ നമ്മൾ കാണുന്ന ഈ തകർച്ചയ്ക്ക് കാരണം ഡൽഹിയും മദ്യനയം ആണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും വാചാലനായ ഒരു മുഖ്യമന്ത്രി എന്തിനാണ് ഡൽഹിയിൽ മദ്യശാലകൾ വാരിക്കോരി നൽകിയത്? ഇവിടെയാണ് ആ അവിശുദ്ധ കൂട്ടുകെട്ട് വെളിപ്പെടുന്നത്. സൗജന്യങ്ങൾ നൽകാൻ പണം വേണം. ആ പണം കണ്ടെത്താൻ മദ്യമാഫിയയുമായി കെജ്രിവാൾ കൈകോർത്തു. ഓരോ മദ്യക്കുപ്പിക്കും ലഭിക്കുന്ന കമ്മീഷൻ പാർട്ടിയുടെ ഫണ്ടിലേക്കും നേതാക്കളുടെ കീശയിലേക്കും ഒഴുകി. അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. 100 കോടി രൂപയുടെ കൈക്കൂലി ദക്ഷിണേന്ത്യയിൽ ഒരു ലോബിയിൽ നിന്നും വാങ്ങി എന്നാണ് ആരോപണം. മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് എന്നിവർ മാസങ്ങളോളം ജയിലിൽ കിടന്നു. ഒടുവിൽ കെജ്രിവാളിനും അകത്തു പോകേണ്ടി വന്നു. താൻ നിയമത്തിന് മുകളിലാണെന്ന അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയായിരുന്നു അത്. 9 തവണ ED നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന മുഖ്യമന്ത്രിക്ക് കോടതിയിൽ നിന്ന് പോലും ആശ്വാസം ലഭിച്ചില്ല. ഞാൻ കടുത്ത സത്യസന്ധനാണെന്ന് പറയുന്ന കെജ്രിവാൾ എന്തുകൊണ്ടാണ് കോടതിയിൽ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കാത്തത്? തെളിവുകൾ അത്രമാത്രം ശക്തമാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് കെജ്രിവാളിന്റെ ആ പഴയ വേഷം ഒന്ന് ഓർത്തെടുക്കാം. ലളിതമായ കുർത്ത, കഴുത്തിലൊരു മഫ്ലർ, കയ്യിലൊരു ബാഗ്. താനൊരു ആം ആദ്മി സാധാരണക്കാരനാണെന്ന് ലോകത്തെ ബോധിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ നാടകമായിരുന്നു അത്. പക്ഷെ അധികാരം കിട്ടിയപ്പോൾ ആ മഫ്ലർ മാറി പകരം വന്നത് 45 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച രാജകൊട്ടാരമാണ്. ശീഷ് മഹൽ എന്നാണ് BJPയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇതിനെ വിളിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി നവീകരിക്കാൻ കോടികൾ ചെലവാക്കി. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത മാർബിളുകൾ, ലക്ഷങ്ങൾ വിലയുള്ള കർട്ടനുകൾ, റിമോട്ട് കൺട്രോൾ കൊണ്ട് പ്രവർത്തിക്കുന്ന വാതിലുകൾ, ജനങ്ങൾ വിയർപ്പൊഴുക്കി നൽകുന്ന നികുതിപ്പണം കൊണ്ടാണ് ഈ ആഡംബരം. ഡൽഹിയിലെ ചേരികളിൽ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ യമുന നദിയിലെ വിഷപ്പതയിൽ മുങ്ങിക്കുളിക്കുമ്പോൾ തന്റെ കൊട്ടാരത്തിലിരുന്ന് സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ഈ വിപ്ലവകാരി. ഡൽഹിയിലെ സ്കൂളുകൾ ലോകോത്തരമാണെന്ന് വിദേശ പത്രങ്ങളിൽ പരസ്യം നൽകാൻ കോടികൾ ചിലവാക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? പല സ്കൂളുകളിൽ അധ്യാപകരില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. മൊഹല്ല ക്ലിനിക്കുകളുടെ അവസ്ഥയും സമാനമാണ്. പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച ഈ സ്ഥാപനങ്ങൾ ഇന്ന് പലയിടത്തും പൂട്ടിക്കിടക്കുന്നു, അല്ലെങ്കിൽ കാലിത്തൊഴുത്തുകളായി മാറി. താൻ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനല്ല, മറിച്ച് തന്റെ മുഖം മെനുക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ പണം കെജ്രിവാൾ ഉപയോഗിച്ചത്. കേരളത്തിൽ വന്ന് പോലും അദ്ദേഹം വികസനത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സ്വന്തം തട്ട
നിർണായകമായി ഡൽഹിയിലെ വായു മലിനീകരണം കുറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം എന്താണ് അതിനുവേണ്ടി ചെയ്തത്? ഡൽഹി എന്നൊരു ഗ്യാസ് ചേംബറായി മാറിയിരിക്കുന്നു. ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി എപ്പോഴും കേന്ദ്ര സർക്കാരിന് കുറ്റം പറയുക എന്നത് ഒരു കലയായി കെജ്രിവാൾ മാറ്റി. ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്താണ്? ഒരു രാഷ്ട്രീയ വിശകലന വിദഗ്ധനും ഇതിന് ശുഭപ്രതീക്ഷ നൽകാൻ സാധിക്കില്ല. കാരണം ഈ പാർട്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ചുറ്റിലുമാണ്. കെജ്രിവാൾ ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ജയിലിൽ നിന്നും രാജിവെക്കാതെ ഭരണം തുടരാനായി അദ്ദേഹം അന്ന് ശ്രമിച്ചത്. ഇത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അഴിമതിക്കാരെന്ന് വിളിച്ച് ആക്ഷേപിച്ച കെജ്രിവാൾ ഇന്ന് അതേ പാർട്ടികളുമായി തുടങ്ങിയ സഖ്യമുണ്ടാക്കി. എന്റെ കുട്ടികളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞാൻ കോൺഗ്രസുമായി കൂട്ടുപിടിക്കില്ല എന്ന് പറഞ്ഞ അതേ നാക്കുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് നമുക്ക് കാണാനുള്ളത്, അല്ലെ? പഞ്ചാബിലും അവസ്ഥ മോശമാണ്. ലഹരി മാഫിയയെ അടിച്ചമർത്താമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആ സർക്കാരിന് കീഴിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുകയാണോ ചെയ്തത്? ക്രമസമാധാനം തകർന്നു, ഖലിസ്ഥാനി ഗ്രൂപ്പുകൾ തലപൊക്കി. കെജ്രിവാളിന്റെ രാഷ്ട്രീയ മോഹങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് പോലും ഭീഷണിയാകുമോ എന്ന ചോദ്യം ഇന്ന് പലരും ഉയർത്തുന്നുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, അവിശുദ്ധ രാഷ്ട്രീയത്തിന് കാലം കാത്തുവച്ച തിരിച്ചടിയാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ നേരിടുന്നത്. ആദർശത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ജനങ്ങളെ എത്ര കാലം പറ്റിക്കാൻ സാധിക്കും? സത്യം ചെരിപ്പിടുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വരുമെന്ന് പറയും പോലെ കെജ്രിവാളിന്റെ കള്ളങ്ങൾ ഇന്ന് നിയമത്തിന് മുന്നിൽ അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം പതനമല്ല, മറിച്ച് രാഷ്ട്രീയത്തിൽ കുറുക്കുവഴികൾ തേടുന്ന, ജനവികാരം ചൂഷണം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ്. കെജ്രിവാൾ എന്ന രാഷ്ട്രീയക്കാരന്റെ അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ അവസാനത്തെ ആണിയാണ് ചദ്ദ അടിച്ചത്. ഇനി ജനങ്ങൾക്ക് തീരുമാനിക്കാം, ഇനിയും ഇത്തരം വാഗ്ദാനങ്ങളിൽ വീഴണോ അതോ സത്യസന്ധമായ വികസനത്തിന് വോട്ട് ചെയ്യണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.